മെറിറ്റിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി 3 വർഷം പൂർത്തിയാക്കി ഏതാനും വർഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്റെ ഈ പഠനത്തെ, എന്റെ ഈ ഭാവിയെ, എന്റെ കൂടെ ജോലി കോഴ്സ് കഴിഞ്ഞിരുന്ന ആളുകൾ 1 ലക്ഷവും 1.5 ലക്ഷവും വിദേശങ്ങളിൽ ശമ്പളം വാങ്ങുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഭാവി നഷ്ടപ്പെടുത്തിയത് ആരാണ്? അയാൾ അന്വേഷിക്കാൻ ആരാണ്? അവസാനം എന്താണ് അയാൾ കണ്ടെത്തിയ ഉത്തരം? കേട്ടോളിങ്ങൾ. അതാണ് ജീവിതത്തിന്റെ ഉത്തരങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് അറിയാത്ത ആളുകൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ എത്ര വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കുന്നു. അയാൾ കണ്ടെന്താ വെച്ചാൽ, അയാൾക്ക് അപകടം പറ്റിയത് എപ്പോഴാന്ന് വെച്ചാൽ തന്റെ ഒരു പുതിയ സിം കാർഡ്, മൊബൈലിലേക്ക് പുതിയൊരു സിം കാർഡ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അപകടം പറ്റിയത്. അപ്പൊ എന്തേ ഒരു പുതിയ സിം കാർഡ് വാങ്ങേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? അവരേതോ ഒരു പെൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടോ എന്ന് ഒരു സംശയം അവന്റെ പെങ്ങൾക്ക്. അപ്പൊ പെങ്ങൾ എന്ത് ചെയ്തു? അവന്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി, അതിന്റെ ഔട്ട് ഗോയിങ്ങും ഇൻകമിങ് കോളുകളൊക്കെ നോക്കി, നിരന്തരം വിളിക്കുന്ന നമ്പർ നോക്കി വിളിച്ച് അവന്റെ പെൺകുട്ടി ആരാണ്, ഗേൾ ഫ്രണ്ട് ആരാണെന്ന് കണ്ടുപിടിച്ചു. അത് മാതാപിതാക്കളെ അറിയിച്ചു. അപ്പൊ വാപ്പ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചു. അപ്പോൾ പുതിയ മൊബൈൽ ഫോണും പുതിയ സിം കാർഡും എടുക്കേണ്ടി വന്നു. അപ്പോൾ ആരാണ് മരണത്തിന്റെ ആരാണ് ഈ അപകടത്തിന്റെ ഉത്തരവാദി? ആരാണ് തന്റെ ഭാവി നശിപ്പിച്ച ഉത്തരവാദി? പെങ്ങൾ. അതുകൊണ്ട് അനുവദിക്കില്ല ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. എനിക്കു ജീവിതത്തിന് ഭാവിയില്ലെങ്കിൽ അവൾക്കും ജീവിതത്തിന് ഭാവി വേണ്ട. അതുകൊണ്ട് എന്റെ ജീവിത ഭാവിയുടെ നഷ്ടം പരിഹരിക്കാൻ 1 കോടിയുടെ പകുതിയാണ് അയാൾ ചോദിക്കുന്നത്. അത്ര വാപ്പ തരികയാണെങ്കിൽ ബാക്കി ഞാൻ അനുവദിക്കുന്ന. സഹോദരങ്ങളെ, ചോദിക്കുന്ന നമ്മുടെ മക്കൾ എപ്പോഴും ഇതിന്റെ അർത്ഥം എന്താണ്? നല്ല മനോഹരമായി നാട്ടേരും ആൾക്കാരും ഒക്കെ പാടെ കൂടി ടൗണിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ ആർഭാടപൂർവം കല്യാണമൊക്കെ നടത്തി ഒക്കെ കഴിഞ്ഞ് പ്രതീക്ഷകൾ, അങ്ങേയറ്റം പ്രതീക്ഷകൾ അർപ്പിച്ച് കാറും സ്വർണ്ണ കൂമ്പാരങ്ങളും സമ്മാനം കൊടുത്ത് കൊണ്ടുപോയ പെൺകുട്ടിനെ 1 മാസം കഴിഞ്ഞപ്പോൾ കൊടുന്നാക്കി. എന്തേ? അവന് ചെറിയൊരു ഒന്ന് ഉറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നോ ചുണ്ടുമോ വെക്കാതെ ഉറങ്ങാൻ പറ്റൂല. എന്തായാലും മുന്നോട്ട് പോവില്ല, തിരിച്ചു പോന്ന്. സഹോദരങ്ങളെ, അവൾ ചോദിക്കുന്നു പിറ്റേന്ന്, ഞാൻ ഇനി എന്ത് ചെയ്യും അപ്പ? ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഇന്ന് വിവാഹം മോചിതയായ ഒരു പെൺകുട്ടിയാണ്, ഞാൻ എന്തു ചെയ്യും? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അപ്പൊ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നിന്നാ ഉത്തരം കിട്ടൂല സഹോദരങ്ങളെ. അതിന്റെ ഉത്തരം കുറച്ച് നേരത്തെ പഠിപ്പിക്കണം. ജീവിതത്തിൽ പരിഭ്രമിക്കും. ഞാൻ മരിക്കില്ലേ, നിങ്ങൾ മരിക്കില്ലേ? നാളെ പിറ്റേന്ന് റോട്ടിൽ ചിതറിക്കിടക്കുന്ന നമ്മുടെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റുവാങ്ങേണ്ടവളാണ് നമ്മുടെ ഭാര്യ. അവൾക്ക് അതിലൊരു മനസ്സു വേണ്ടേ? അതിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് മക്കൾ. അവർക്ക് ആ മനസ്സ് എവിടെ നിന്ന് ലഭിക്കും? ആ മനസ്സ് വിശ്വാസത്തിൽ രൂപപ്പെട്ടു വരേണ്ട മനസ്സാണ്. ഈ ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ ഇപ്പോൾ ഇവിടെയല്ല ഉള്ളത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് തലകൾ വെട്ടിക്കീറുമ്പോൾ അയാൾ വേദന അനുഭവിക്കുന്നില്ല. ഒരു പുതിയ ലോകത്ത് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. ഖബറിൽ ഒരു പുതിയ ജീവിതം. നല്ലലക്ക് ജീവിച്ച ആളല്ലേ? രാവിലെ നീച്ച് പള്ളികൾക്ക് പോയി ആളല്ലേ? ഹറാമുകളൊന്നും പ്രത്യക്ഷമായി ചെയ്യാത്ത ആളല്ലേ? നന്മകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നവനല്ലേ? അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നന്മ നേരട്ടെ എന്ന് പറഞ്ഞ് ആ മാംസക്കഷ്ണങ്ങൾ തുന്നിവെച്ചതിന്റെ മേലെ വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് കഫംപുടവ ധരിപ്പിച്ച് മുന്നിലേക്ക് വെച്ച് നമസ്കരിച്ച് ആത്മധൈര്യത്തോടുകൂടെ വിതുമ്പലുകൾ മനസ്സിലൊരുക്കി അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ച് മയ്യത്ത് നമസ്കരിച്ച് ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാര്യ ഉണ്ടാവണോ? മനസ്സിൽ വിശ്വാസം ഉണ്ടാവണം സഹോദരങ്ങളെ. പരലോകത്ത് പ്രതീക്ഷ ഉണ്ടാകണം. ജീവിതം എന്തിനാണെന്ന് മനസ്സിലാവണം. അപ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ തന്നോടൊപ്പം കിട്ടിയപ്പോൾ ആ മകനോട് പറഞ്ഞത്, മോനെ, നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവോട് നീ സഹായം തേടണം. എന്നിട്ട് എന്തേ പറഞ്ഞു കൊടുത്തത്? ഇന്നൽ ഉമ്മത്ത, തീർച്ചയായും ജനങ്ങൾ മൊത്തം നിനക്കൊരു നന്മ ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും ലൻ യൻഫഉക്, അവർക്കൊരു ഉപകാരവും നിനക്ക് തരാൻ പറ്റൂല. ഇല്ലാ മാ കതബല്ലാഹു ലക, അല്ലാഹ് നിനക്ക് നിശ്ചയിച്ചത്. അല്ലാഹ് നിശ്ചയിച്ചതേ കുട്ടിയെ അനക്ക് വരുള്ളൂ. അല്ലാഹ് നിശ്ചയിക്കാത്ത ഒന്ന് വരുത്താൻ ആർക്കും പറ്റൂല. അല്ലാഹ് വിചാരിക്കാത്ത ഒരു അനുഗ്രഹം നിനക്ക് വാങ്ങിത്തരാൻ വാപ്പന്റെ അക്കൗണ്ട് കൊണ്ട് പറ്റൂല, ഉമ്മന്റെ പരിശ്രമം കൊണ്ട് പറ്റൂല. മേലെ എല്ലാവർക്കും മേലെ തീരുമാനിക്കുന്ന ഒരു യജമാനനുണ്ട്.
അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം. വഇൻ യംസസ്കല്ലാഹു ബിദുർറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. മുഹമ്മദ് നബിയെ, നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്താൻ അള്ളാഹു വിചാരിച്ചാൽ അതിനെ തടുക്കാൻ ഒരാളുമില്ല. വഇൻ യുരിദ്ക ബിഖൈറിൻ, ഒരു നന്മയെ തരാൻ അവൻ വിചാരിച്ചാൽ ഫലാ റാദ്ദ ലിഫളിഹി, അവന്റെ നന്മയെ തടുക്കാനും ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും. അവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ അത്രേ. സഹോദരങ്ങളെ, ഒന്നും ഭയപ്പെടല്ല. ഈ യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ശക്തി പകരും. സഹോദരങ്ങളെ, ശക്തി പകരും. അതുകൊണ്ടാണ് പ്രസവത്തിൽ മരിച്ച സ്ത്രീ എവിടെയാണ്? രക്തസാക്ഷിയാണ് അല്ലേ? നല്ല വർഷക്കാലത്ത് പാടത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൈപിടിച്ച് നടന്നു വരുന്ന അനുജനും ജ്യേഷ്ഠനും ഒന്നിച്ചു മുങ്ങി മരിച്ചു. വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകൾ എവിടെയാണ്? രക്തസാക്ഷിയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ, തൗഹീദ് ഉണ്ടെങ്കിൽ. നോക്കൂ നിങ്ങൾ, ഒരു ശരിയായ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ല സഹോദരങ്ങളെ. രണ്ടാമത്തെ പടച്ചോൻ എന്തിനാ ഇവിടെ വന്നത്? ആരങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്താ നമുക്കിവിടെ ചെയ്യാനുള്ളത്? സഹോദരങ്ങളെ, അള്ളാഹുവാണ് അയച്ചത്. അള്ള പറയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, നാം സൃഷ്ടിച്ചു. ഒരു ബീജഗണത്തിൽ നിന്ന് മനുഷ്യനെ ഞാനാ സൃഷ്ടിച്ചത്. എന്തിന്? നബ്തലീഹി, അവരെ പരീക്ഷിക്കുവാൻ. ഫജഅൽനാഹു സമീഅൻ ബസീറാ, അവന്റെ കാഴ്ചയും കേൾവിയൊക്കെ കൊടുത്ത് നല്ലും ചിന്തിക്കാനും ആലോചിക്കാനും ശേഷി കൊടുത്ത് പരീക്ഷിക്കാനാണ്. പടച്ചോനാണ്ടിട്ട് പറഞ്ഞയച്ച സഹോദരങ്ങളെ, പടച്ചോൻ ഈ പറഞ്ഞയച്ചതിൽ കൃത്യമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ പരീക്ഷണങ്ങൾ നമുക്കൊരിക്കലും പ്രതിസന്ധിയാവൂല. അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം സമാധാനമാണ്. അസ അൻ തക്റഉ ശൈഅൻ, നിങ്ങൾ വെറുക്കുന്ന കാര്യം നിങ്ങൾക്ക് നന്മയാകാം. ഒരു പക്ഷേ നിങ്ങൾ നന്മയെന്ന് വിചാരിച്ചതോ നിങ്ങൾക്ക് പ്രതികൂലമാവുകയും ചെയ്യാമെന്നാണ് അല്ലേ? ഒരു കുട്ടി ഉണ്ടായേ പറ്റൂന്ന് വാശി പിടിച്ചൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു കുട്ടി ഉണ്ടായേ പറ്റൂന്ന്, എനിക്കൊരു കുട്ടി വേണം എന്ന വാശി. അതിനെല്ലാ മാർഗങ്ങളും സ്വീകരിച്ചൊരു കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടാകുന്നത് വരെ സ്വപ്നത്തിലുള്ള ഒരു കുട്ടിയെയാണ് അവർ താലോലിച്ചത്. ആ കുട്ടി ഒരിക്കലും മരിക്കൂലല്ലോ അല്ലേ? ജനിക്കാത്തൊരു കുട്ടിയെ സ്വപ്നത്തിൽ കണ്ട ആ കുട്ടി മരിക്കൂല്ല. എന്നാൽ ആ കുട്ടി യാഥാർത്ഥ്യമായി ജനിച്ചു. കളിച്ച് ഓടി നടക്കേണ്ട ഏറ്റവും മനം കവരുന്ന പ്രായത്തിൽ ആ കുട്ടി തന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചു. ജനിക്കാതിരിക്കലായിരുന്നു നല്ലത്? ജനിക്കാതിരിക്കലായിരുന്നു നല്ലതെന്ന് ഒരു പക്ഷേ വിചാരിക്കാം. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും തീരുമാനം കൽപ്പിക്കുന്ന ഒരാളുണ്ട്. ഏതാ നന്മയെന്ന് പറയാൻ പറ്റൂ? പറയാൻ പറ്റൂല സഹോദരങ്ങളെ. അക്കരെ കടക്കാൻ കിടങ്ങാറായി നിൽക്കുമ്പോൾ കപ്പൽ കയറ്റി അക്കരെ കണ്ട് എത്തിച്ച് ഇറങ്ങി ഉടനെ ഖിദർ നബി ചെയ്യണം എന്താ വെച്ചാൽ ആ കപ്പലാണ് തച്ചു പൊളിച്ച്. അതിലെന്ത് ന്യായമുള്ളത് അല്ലെ? മൂസാ നബി ചോദിച്ചു, എന്താണ് നമ്മളെക്കരക്ക് കിടത്തി തന്ന പോലെ കപ്പൽ പൊളിക്കുക ഒരു ശരിയില്ലാത്ത കാര്യം, ചെയ്യാൻ പാടില്ല. ഇന്നകലൻ തസ്തതീഅ മഅയ സ്വബ്റാ, മൂസേ നിനക്ക് ക്ഷമിച്ചുകൊണ്ട് എന്റെയോടൊപ്പം പോരാൻ പറ്റൂല. ഞാനോട് പറഞ്ഞതല്ലേ ഇങ്ങനെ ചോദിക്കരുതേന്ന്? നീ ചോദിച്ചില്ലേ? എന്തിനെന്ന് നീ ചോദിക്കരുത്, എന്ത് കണ്ടാലും. അതാ നമ്മളെ കരാറ്. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഫ്സൻ സക്കിയ, ഒരു ചെറിയ കുട്ടിനെ പിടിച്ചിട്ടേ തലയിരിഞ്ഞ് ആണ് കൊന്നു. ഒരു